ഹൈ ഫ്രണ്ട്സ്, കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ പരീക്ഷയ്ക്കായിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ വന്നു. കാറ്റഗറി നമ്പർ 735/2025 എന്നുള്ള പേരിൽ ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. PSCയുടെ പ്രൊഫൈലിൽ ചെന്നിട്ട് കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. എക്സാം സ്ലോട്ടും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ്. ഓഗസ്റ്റിൽ അല്ലെങ്കിൽ സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഒക്ടോബറിൽ ഈ പരീക്ഷ വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റിൽ തന്നെ പരീക്ഷ ഉണ്ടാവും എന്ന് വെച്ച് വേണം നമ്മൾ പഠിക്കാൻ. ഓഗസ്റ്റിൽ തന്നെ പരീക്ഷ ഉണ്ടാവും എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 8 മാസത്തോളം നമ്മുടെ മുന്നിൽ ല്ലേ? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചിട്ടയോടുകൂടി ഈ 8 മാസം അല്ലെങ്കിൽ 7 മാസം പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരുപാട് വേക്കൻസികൾ വരുന്ന ഈ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്നുള്ള തസ്തികയിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. 2026 ഈ പുതിയ വർഷം അതിനുള്ള ഒരു തുടക്കപാഠം കോഴ്സ് I+ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മുൻകാലങ്ങളിലുള്ള ഒരുപാട് കോഴ്സുകൾ, ബീറ്റർ റീഡർ ഉൾപ്പെടെയുള്ള കോഴ്സുകൾ വളരെ ഇന്റൻസീവായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ലൈവ് ഡിസ്കഷനുകൾ ഉൾപ്പെടെ, ലൈവ് മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതേ നിലവാരമുള്ള ക്ലാസ്സുകൾ ഓപ്പറേറ്റർക്ക് വേണ്ടിയിട്ടും ഫുൾ സിലബസ് കവർ ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക, പഠിച്ചു തുടങ്ങുക. ഒരു 8 മാസം നമ്മുടെ മുന്നിലുള്ളത് വേസ്റ്റ് ആക്കരുത്, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ഇനി എന്താണ് പഠിക്കാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേറ്റർ ആണ്, കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ ആണ്. അതിൽ മെക്കാനിക്കലിന്റെ ടോപ്പിക്കുകളും ഉണ്ട്, ഇലക്ട്രിക്കലുണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സിലബസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി. 15 മാർക്കിനാണ് ഈ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നുള്ള ആ ഒരു മൊഡ്യൂൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം നിമി ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്കിത് പഠിക്കേണ്ടത്. ITയുടെ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള നിമി ബേസ് ചെയ്തിട്ട് തന്നെ വേണം ഇത് പഠിക്കാനായിട്ട്. ആ ലെവലിൽ തന്നെ വേണം നമ്മുടെ പ്രിപ്പറേഷൻ പോകാനായിട്ട്. ആ ലെവലിൽ വേണം നമ്മുടെ MCQ ഡിസ്കഷൻസ് പോകാനായിട്ട്. അപ്പോൾ ബേസിക് ഇലക്ട്രിസിറ്റി തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇലക്ട്രിസിറ്റി പ്രിൻസിപ്പിൾസ്, ഗ്രൗണ്ട് കണക്ഷൻസ്, ഓംസ് ലോ, വോൾട്ടേജ്, കറന്റ് റെസിസ്റ്റൻസ്, അതായത് ഇലക്ട്രിസിറ്റിയുടെ ബേസിക്സ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുണ്ട്. സർക്യൂട്ടുകൾ എന്താണ്, പാരലൽ സർക്യൂട്ട് എന്താണ്, കപ്പാസിറ്റേഴ്സ്, കപ്പാസിറ്ററിന്റെ ആപ്ലിക്കേഷൻസ്, സീരീസ്, പാരലൽ തുടങ്ങിയ കാര്യങ്ങൾ, ബാറ്ററീസ്, മാഗ്നറ്റിക് എഫക്ട്സ്, തെർമോ ഇലക്ട്രിക് എനർജി, തെർമിസ്റ്റർ എന്താണ്, തെർമോകപ്പിൾ എന്താണ്, ഇലക്ട്രോ കെമിക്കൽ എനർജി എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൊഡ്യൂൾ, ഫസ്റ്റ് മൊഡ്യൂളിൽ 15 മാർക്കിന് ബേസിക് ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ 5 മാർക്കിന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം. അപ്പൊ നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ഈ സിലബസിന്റെ വെയിറ്റേജ് നോക്കണം. ഇത് 5 മാർക്കിനാണ്. അപ്പൊ സംഗതി 2 മൊഡ്യൂളാണ്. മൊഡ്യൂൾ 1 ഉണ്ട്, മൊഡ്യൂൾ 2 ഉണ്ട്. അപ്പൊ ഈക്വൽ ആയിട്ട് മൊഡ്യൂൾ 1 നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് I+ന്റെ കോഴ്സിലാണെങ്കിൽ നമുക്കൊരു സ്റ്റഡി ഷെഡ്യൂൾ ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കാന്ന് വിചാരിക്കും. അപ്പോൾ മൊഡ്യൂൾ 1 നമ്മളൊരു 10 ദിവസം കൊടുത്തു, മൊഡ്യൂൾ 2 നമ്മളൊരു 10 ദിവസം കൊടുത്തു. പക്ഷെ അത് ശരിയാവോ? ഇവിടെ ഇല്ല. കാരണം മൊഡ്യൂൾ 1 15 മാർക്കും മൊഡ്യൂൾ 2 5 മാർക്കേ ഉള്ളൂ. നമ്മൾ എത്രയൊക്കെ ഡീപ്പായിട്ട് പഠിച്ചാലും ഇതിൽ നിന്ന് 5 ചോദ്യങ്ങളെ വരുള്ളൂ. പക്ഷെ മറ്റേ മൊഡ്യൂളിൽ നിന്നോ 15 ചോദ്യങ്ങൾ വരും. അപ്പൊ മാർക്ക് വെയിറ്റേജ് അനുസരിച്ച് വേണം നമ്മൾ പഠിക്കാനുള്ള സമയം നീക്കി വെക്കേണ്ടത് എന്ന് കരുതി വിടാൻ പാടില്ല. 5 മാർക്കുണ്ട്, 5 ചോദ്യങ്ങൾ ഉറപ്പിക്കണം. നമുക്ക് എന്തൊക്കെ ഇതിൽ ചോദിക്കുക? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിസം ഉണ്ട്, ഫ്ലക്സ് ഡെൻസിറ്റി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, ഇക്വേഷൻസ്, മാഗ്നറ്റിക് ഫ്ലക്സ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലെൻസ് ലോ, സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, ഫ്ലെമിങ്സ് ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചേർത്ത് 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ മൊഡ്യൂൾ 2 വരിക. മൊഡ്യൂൾ 3 ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റംസ്, AC സിസ്റ്റങ്ങളുടെ കാര്യങ്ങളാണ് മൊഡ്യൂൾ 3. 5 മാർക്കാണ് ഇവിടെ വരിക. AC വോൾട്ടേജ് അതിന്റെ ഇക്വേഷന്, ബേസിക് ടേംസ്, ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ഫ്രീക്വൻസി എന്താണ്, സൈക്കിൾ എന്താണ്, ടൈം പീരീഡ് എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്, നമ്മുടെ പഠനകാലത്ത് പഠിക്കുന്നതാണ്. അതൊക്കെ ഒന്നുകൂടെ പഠിക്കുക. ചെറിയൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 3. മൊഡ്യൂൾ 4 മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇലക്ട്രിസിറ്റി മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, വോൾട്ട് മീറ്റർ എന്താണ്, അമ്മീറ്റർ എന്താണ്, എനർജി മീറ്റർ എന്താണ്, അതിന്റെ പിറകിലെ കൺസെപ്റ്റ്, അതുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ്. അങ്ങനെ പ്രോബ്ലമാറ്റിക് ആയിട്ടൊന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല. പക്ഷേ നമ്മൾ ബേസിക് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് പവർ മെഷർമെന്റ് അറിയണം. പിന്നെ TOD മീറ്റർ, CRO, ഇൻസുലേഷൻ മേഗർ, എർത്ത് മേഗർ, മൾട്ടിമീറ്റർ, CT, PT തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുണ്ട്. 5ാമത്തെ മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ. അപ്പോൾ യൂഷ്വലി നമ്മളൊരു വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു ലാബിൽ അനുവർത്തിക്കേണ്ട സേഫ്റ്റി എന്തൊക്കെയാണ്, അതിന്റെ സേഫ്റ്റി റിക്വയർമെന്റ്സ്, ഫസ്റ്റ് എയ്ഡുകൾ എന്തൊക്കെയാണ്, പിന്നീട് സോളാർ സെല്ലും ബാറ്ററികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ 6ാമത്തെ മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ വയറിംഗ് ആക്സസറീസ്. 5 മാർക്കിനാണ് വയറിംഗ് ആക്സസറീസ് ഉള്ളത്. വയറിംഗ് സിസ്റ്റംസ് എന്തൊക്കെയാണ്, പല തരത്തിലുള്ള സ്വിച്ചുകൾ, ST, SPDT, TPDT, ICDP എന്നൊക്കെയുള്ള സ്വിച്ചുകൾ, ടോഗിൾ സ്വിച്ച് തുടങ്ങിയ കാര്യങ്ങൾ അറിയണം. എർത്തിങ്ങുമായി ബന്ധപ്പെട്ട് പൈപ്പ് ആൻഡ് പ്ലേറ്റ് എർത്തിങ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുക. 7ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ DC മെഷീൻസ്, DC ജനറേറ്റർ പഠിക്കണം, DC മോട്ടോർ പഠിക്കണം. DC ജനറേറ്ററിന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കണം, DC മോട്ടറിന്റെ എല്ലാ കാര്യങ്ങളും 7ാമത്തെ മൊഡ്യൂളിൽ പഠിക്കാറുണ്ട്. 5 മാർക്ക്. 8ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ AC മെഷീൻസ് ആയിട്ട് മാറുന്നു. അവിടെ ട്രാൻസ്ഫോമർ പഠിക്കാറുണ്ട്, ദെൻ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ പഠിക്കാനുണ്ട്, ഓൾട്ടർനേറ്റർ പഠിക്കാനുണ്ട്, 3 ഫേസ് സിങ്ക്രോണസ് മോട്ടോർ പഠിക്കാനുണ്ട്, സിംഗിൾ ഫേസ് ആൻഡ് FHP മോട്ടോഴ്സ്. ഇത്രയും കാര്യങ്ങളാണ്
ഈ എട്ടാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. കുറേ കാര്യങ്ങളുണ്ട്, 5 മാർക്ക്. അപ്പോൾ ഓരോ ടോപ്പിക്കിൽ നിന്ന് ഓരോ ചോദ്യങ്ങൾ വീതമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. 9ാമത്തെ മൊഡ്യൂളിലേക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, നമ്മുടെ നമ്പർ സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്പർ കൺവേർഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഗേറ്റുകൾ, ആൻഡ്, ഓർ, നോട്ട്, ആൻഡ്, സിമ്പിളാണ് ഇത് നമുക്ക് പഠിച്ചെടുക്കാം. ഈ ഒരു മൊഡ്യൂൾ സിമ്പിളായിട്ട് നമുക്ക് പൂ പോലെ പഠിച്ചെടുക്കാവുന്ന മൊഡ്യൂളേ ഉള്ളൂ. 9ാമത്തെ മൊഡ്യൂൾ 5 മാർക്ക്. 10ാമത്തെ മൊഡ്യൂൾ പവർ ഇലക്ട്രോണിക്സ്. അവിടെ എന്താ വരിക? റെക്ടിഫയറുകളാണ് മെയിനായിട്ട് വരിക. UJT പഠിക്കാറുണ്ട്, FET, JEFT തുടങ്ങിയ കാര്യങ്ങൾ ആ ഒരു 10ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാറുണ്ട്. പിന്നീട് 11ാമത്തെ മൊഡ്യൂൾ തൊട്ട് വീണ്ടും മെക്കാനിക്കലിന്റെ കേസിലേക്ക് വരും. മെക്കാനിക്കലിന്റെ ടോപ്പിക്കുകളാണ് 11ാമത്തെ മൊഡ്യൂൾ തൊട്ട് വരുന്നത്. പമ്പുകളാണ് ആദ്യം വരുന്നത്. പമ്പ് ആൻഡ് ഫാസ്റ്റനിങ്സ്. പമ്പ്സ് എന്തൊക്കെയാണ്, പലതരത്തിലുള്ള പമ്പ്സ്, അതിന്റെ കൺസ്ട്രക്ഷൻ, പമ്പ് ഇൻഡസ്ട്രി, സബ്മേഴ്സിബിൾ പമ്പ് എന്താണ്, സെൻട്രിഫ്യൂഗൽ പമ്പ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും. ഫാസ്റ്റനേഴ്സ് എന്ന് പറയുമ്പോൾ അത് സ്ക്രൂ, നട്ട്, സ്റ്റഡ്, ബോൾട്ട്, ലോക്കിംഗ് ഡിവൈസുകൾ ഉൾപ്പെടെ വരുന്നുണ്ട്. ദെൻ ഷീറ്റ് മെറ്റൽ, കോമൺ ഷീറ്റ് മെറ്റൽ എന്തൊക്കെയാണ്, മെറ്റൽ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മൊഡ്യൂളിൽ വരുന്നത്. 12ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ IC എഞ്ചിനാണ്. 10 മാർക്കാണ് IC എഞ്ചിൻ ഉള്ളത്. IC എഞ്ചിന്റെ ബേസിക്സ് പഠിക്കണം. ദെൻ കുറച്ച് ഡീപ്പായിട്ട് തന്നെ IC എഞ്ചിൻ നമുക്ക് ഇവിടെ പഠിക്കാറുണ്ട്. ഡീസൽ എഞ്ചിൻ, ടെക്നിക്കൽ ടൈപ്സ്, ഫിൽറ്ററുകൾ, ഓയിൽ കൂളർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. 13ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരിക? പുള്ളികൾ വരും, ബി ബെൽറ്റ് വരും, മോട്ടർ വരും, ദെൻ സ്പെഷ്യൽ പമ്പ്സ് ആൻഡ് ഗ്ലാൻസ് യൂസ് ഫോർ കൊറോസീവ് ഫ്ലൂയിഡ്സ്. അപ്പോൾ അത്ര ഉള്ള കുറേ കാര്യങ്ങളാണ് ഈ പവർ ട്രാൻസ്മിഷൻ എന്നവിടെ മെയിനായിട്ട് വരുന്നത്. ആ കാര്യങ്ങൾ നമുക്കവിടെ പഠിക്കാറുണ്ട്. 10 മാർക്ക്. 14ാമത്തെ മൊഡ്യൂൾ ഫ്ലൂയിഡ് വാൽവ്സ്, അതാണ് ലാസ്റ്റ് മൊഡ്യൂൾ. വാൽവുകളാണ് ഇവിടെ പ്രധാനം. ഇത് പ്രധാനമായിട്ടും പമ്പാണ്, KWA ഓപ്പറേറ്റർ ആണ്. അപ്പോൾ പമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, മോട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്ലൂയിഡ് വാൽവ്സ്, ഗിയർ പമ്പിന്റെ ആപ്ലിക്കേഷൻസ്, പലതരത്തിലുള്ള കൺട്രോൾ വാൽവ്സ്, 2x2, 3x2, 4x2 എന്നൊക്കെ പറയുന്ന കൺട്രോൾ വാൽവ്സ്, ദെൻ റിപ്പയറിംഗ് ടെക്നിക്സ്, റോട്ടറി പമ്പ്, അത്തരം കുറെ കാര്യങ്ങളാണ് ഈ ഒരു ലാസ്റ്റ് മൊഡ്യൂൾ പഠിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പഠിക്കാനുള്ള കാര്യങ്ങൾ. ആദ്യത്തെ ഫസ്റ്റ് മൊഡ്യൂൾ 15 മാർക്ക്, പിന്നീട് കുറേ മൊഡ്യൂളുകൾ, ഇലക്ട്രിക്കലിന്റെ 5 മാർക്ക്, പിന്നീട് മെക്കാനിക്കലിൽ ഒരു 4 മൊഡ്യൂൾ 10 മാർക്കിന് വീതം. അങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ സിലബസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് I+ നിങ്ങളെ നമ്മുടെ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, നല്ലൊരു ജോലി നേടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.